പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കി ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം തുടരുന്നതിനിടെ അമേരിക്കൻ കരുത്തിന്റെ പ്രതീകമായ ലോകത്തിലെ തന്നെ വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ദൌത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന കപ്പൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങിയത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിലെത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. ജിബ്രാൾട്ടർ കടലിടുക്കിൽ പിന്നിട്ട് ഗ്രീസ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് കപ്പലെടുത്തത് ഇറാന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ജെറാൾഡ് ഫോർഡ് കൂടി ചേരുന്നതോടെ മേഖലയിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം വർദ്ധിക്കുമെന്നും ഇത് ഇറാനെതിരായ ആക്രമണത്തിന് മുന്നോടിയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം 14-നാണ് ഇറാന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കാനായി ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പൽ അയച്ചത്. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ല എങ്കിൽ USS ജെറാൾഡ് ഫോർഡ് പടക്കപ്പൽ ആവശ്യം വരുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ധാരണയിലെത്തിയാൽ പിൻവലിക്കാമല്ലോ എന്നും ട്രംപ് പറഞ്ഞിരുന്നു. എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് പിന്നാലെയാണോ ജെറാൾഡ് ഫോർഡിനെ കൂടി മേഖലയിൽ എത്തിച്ചത്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് സാധിക്കും. അതേസമയം ഇറാനെതിരായ സൈനിക നടപടി അമേരിക്കയ്ക്ക് തിരിച്ചടിയായേക്കുമെന്ന മുന്നറിയിപ്പുമായി പെന്റഗൺ രംഗത്തെത്തി. എന്നാൽ ഇത്തരം വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം നയതന്ത്രപരമായി പരിഹരിക്കുന്നതിനായി വ്യാഴാഴ്ച ജനീവയിൽ നിർണായക ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും. കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് മോശം ദിവസങ്ങളെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധസാധ്യത മുൻനിർത്തി ഇന്ത്യക്കാർ എത്രയും വേഗം ഇറാൻ വിടണമെന്ന് ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകിയിരുന്നു. അതേസമയം ബെയ്റൂത്ത് എംബസിയിൽ നിന്ന് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരെയും അമേരിക്ക പിൻവലിച്ചു. ഇറാനെ സൈനികപരമായി നേരിടാൻ അപ്രതീക്ഷിത നഷ്ടങ്ങളും വലിയ തിരിച്ചടിയും ഉണ്ടാകുമെന്നാണ് ട്രംപിന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയത്. US-നും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പെന്റഗൺ വ്യക്തമാക്കി. അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്നെയാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് വിവിധ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാനെതിരായ സൈനിക നടപടിയോട് ഡാൻ കെയ്നെ ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് ട്രംപ് പ്രതികരിക്കുന്നത്. സൈനിക നടപടി തീരുമാനിക്കേണ്ടത് താൻ മാത്രമാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആണവ കരാർ ഉണ്ടായില്ല എങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും മോശം ദിനമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാനും ട്രംപ് മറന്നിട്ടില്ല. വ്യാഴാഴ്ചയാണ് ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിലെ നിർണായക ചർച്ച. ഒമാൻ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ആണവ കരാർ സംബന്ധിച്ച കൃത്യമായ കരട് നിർദ്ദേശം ഇറാൻ കൈമാറും. യുറേനിയം സമ്പുഷ്ടീകരണ തോത് കുറയ്ക്കാനും അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കാനും ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. ആണവായുധ നിർമ്മാണം നടത്തില്ല എന്ന് രേഖാമൂലം ഉറപ്പു നൽകാനും ടെഹ്റാൻ തയ്യാറാകും. എന്നാൽ ഇതുകൊണ്ട് മാത്രമായില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം മൂന്നാം രാജ്യത്തേക്ക് മാറ്റാൻ തയ്യാറാവുക എന്നിവയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇതിനോട് യോജിപ്പില്ല എന്നും ആക്രമിച്ചാൽ മേഖല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.